എൻ്റെ കയ്യിലുള്ള ഈ കാണുന്ന പാട്ടയ്ക്കുള്ളിൽ ഒരു പാറ്റയുണ്ട്. അത്യാവശ്യം വലിയൊരു പാറ്റയാണ്. അപ്പം നമ്മുടെ ഓസ്കാറിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓസ്കാറിനാണെങ്കിൽ ഇതേപോലെ ലൈഫ് ഫീഡ് കഴിച്ചിട്ടാണെങ്കിൽ കുറച്ച് ദിവസമായി. ആൾ കുറേ ദിവസമായിട്ട് ഈ ഒരു പെല്ലറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ മടുത്തിരിക്കുവാണ്. ആ സമയത്താണ് നമുക്ക് അവനൊരു ബിരിയാണി ഒരുക്കാൻ പറ്റിയത്. എന്തായാലും നമുക്ക് ഒട്ടും വൈകിക്കണ്ട. ഇതും കൊണ്ട് നമ്മുടെ ടാങ്കിൻ്റെ അടുത്തോട്ട് പോകാം. എന്തായാലും എന്തുവാണെന്ന് അറിയത്തില്ല, അത് എടുക്കുമോ ഇല്ലയോ. എന്തായാലും നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിയേക്കാം. ഇതിങ്ങനെ കൊടുക്കുന്ന കാണുമ്പോൾ പലരും ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാവോ, ഇതിങ്ങനെ പാറ്റയൊക്കെ പിടിച്ച് കൊടുക്കുന്ന ദോഷമല്ലേ, അങ്ങനല്ലേ എന്നൊക്കെ പറയാൻ ചിലപ്പോൾ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മളിപ്പോൾ ഇതിനെ പിടിച്ച് കൊടുക്കുന്ന ഇത് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒരു ലൈഫ് ഇട്ട് നമ്മൾ മീനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓസ്കാറിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ഇറച്ചി വാങ്ങിക്കുകയാണെങ്കിൽ ഇറച്ചിയുടെ ചെറിയ പീസ് കൊടുക്കാം, കൊഞ്ച് അങ്ങനെ കുറച്ച് മീനിൻ്റെ ചെറിയ ഐറ്റംസൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ ലൈഫ് ഫീഡ് കൊടുക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ മറ്റുള്ളവർ ഓരോരുത്തരുടെ ചിന്താഗതിയാണ് ഇപ്പോൾ ഇതിനെ കൊടുക്കുന്നതിന് കഷ്ടം, ഒരു പാറ്റയെ പിടിച്ച് കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ പറയുന്നവർ പറയും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണ്ടതാണ്. അപ്പം അങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ കൊടുക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഒരു പാറ്റ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ടാങ്കിൽ ഇട്ടതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേറെ ഫുഡോ ലൈഫ് ഫീഡ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അന്ന് നമ്മൾ ആ കൊടുത്ത ആ ഒരു ചെറിയ അതിൻ്റെ ഒരു പെല്ലറ്റ് ഫുഡ് ചെറുതുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് കൊടുത്ത് നോക്കണം, എടുക്കില്ലയോ എന്നറിയത്തില്ല. ആളിപ്പം ഒന്ന് കമ്പനിയായി വരുന്നുണ്ട് ഈ ടാങ്കിലേക്ക് മാറിയതിന് ശേഷം. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് ഇതിട്ട് കൊടുക്കുമ്പോൾ അറിയാം. എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ആളെന്ന്. എന്തായാലും അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ സൈഡിലൊന്നും ആളെ കാണുന്നില്ല. എന്തായാലും നമുക്കിതൊന്ന് പൊക്കി നോക്കാം, ഇതിൻ്റെ എവിടെ ആൾ നിൽക്കുന്നത് അങ്ങോട്ട് നോക്കി നമുക്ക് ഈ ഒരു പാറ്റ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്തായാലും എടുക്കില്ലയോ എന്ന് വലിയ ഉറപ്പില്ല, ഒരു ഗ്യാരൻറ്റിയും പറയുന്നില്ല. എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഒരു പാറ്റ ഇങ്ങോട്ട് നമുക്ക് വെക്കാം. നമ്മുടെ ഗപ്പികൾ തടി ഇവിടെ കിടപ്പുണ്ട്. ഒരു ചെടി നമ്മളന്ന് പറഞ്ഞായിരുന്നു ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ആ പ്ലാന്റ് അത്യാവശ്യം കിളിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്ലാന്റും പിന്നെ വേറെ തടി ഇവിടെ സൈഡിൽ നിന്ന് അടിയിൽ നിന്നൊരു കിളിച്ച് വരുന്നൊരു പ്ലാന്റ് ഉണ്ട്. ഇത് രണ്ടും ഈ ഒരു ടാങ്കിനകത്ത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത്യാവശ്യം മൂടിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ മീനുകളെയൊക്കെ നമുക്ക് അത്യാവശ്യം കുക്കൊന്നും കൊണ്ടുപോകാതെ സേഫായിട്ട് നിർത്താൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടാങ്ക് ഒന്ന് പൊക്കി നോക്കാം. പൊക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനിടയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ അറിയത്തില്ല. ഓക്കേ, പെരിയ ബാക്കിലോട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഓസ്കാർ തടി ഇവിടെ നിൽപ്പുണ്ട്. ആൾക്ക് അത്യാവശ്യം സൈസ് ആൾക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാർ ഇപ്പം നമ്മൾ പൊക്കുമ്പോൾ സാധാരണ പേടിക്കുന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ ആളത്ര പേടിയൊന്നുമില്ല ആൾക്ക്. അപ്പോൾ ആളിച്ചിരി ഒന്ന് അയഞ്ഞൊന്നൊക്കെ വന്നിട്ടുണ്ട്. തടി കണ്ടോ, ആൾക്ക് തുറന്നപ്പോൾ മനസ്സിലായി ആൾക്ക് എന്തോ കൊടുക്കാൻ വരുവാന്ന്. കാരണം നേരത്തേക്ക് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആളടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു, പിന്നെ നോക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് ഫുഡുള്ള, എന്തുവാണ് ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ, നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്തുവാ ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഇതൊന്ന് റിയാക്ഷൻ നമ്മുടെ മീനിൻ്റെ. അപ്പം വേണ്ട നമ്മുടെ പാറ്റയിട്ട് കൊടുക്കുമ്പോൾ വേണ്ട ആൾ വന്ന് ഫുഡ് എന്തുവാ തരുന്നതിന് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമുക്കിതിന് ഇട്ട് കൊടുത്ത് തന്നെ അറിയാം എന്തുവായിരിക്കും, എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ. അത്യാവശ്യം വലിയൊരു പാറ്റയാണ് കേട്ടോ. മൗത്ത് സൈസിനെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ് സാധനം. എന്തായാലും പിടിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ശരിയല്ല, ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന പാറ്റ. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ആരും ഇനി ഒന്നും പറയരുത്. നോക്കാൻ പോവാണ് ഇട്ട് കൊടുത്ത്. ഓക്കെ, അപ്പം നമ്മുടെ പാറ്റയെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം മിണ്ടാതെ നിൽക്കായിരുന്നു, കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മുടെ മീൻ ബാക്ക് വലി. ഇപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങിയായിരുന്നു, അതായിരുന്നു ആദ്യം ഒന്ന് പിടിക്കാൻ ആളൊന്ന് ഒരു മടി കാണിച്ചത്. എന്തായാലും എന്നിട്ട് കറക്റ്റ് അതിൻ്റെ മൗത്ത് സൈസ് ആയിരുന്നു സാധനം. നമ്മൾ വിചാരിച്ചേ അതിന് പറ്റത്തില്ല, ചിലപ്പോൾ രണ്ടൊക്കെ ആക്കി കഴിക്കും സാധനം. അപ്പം ഇപ്പം കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ ഒരു വായ്ക്ക് വെളിയിലോട്ട് എക്സ്ട്രാ ഒന്നും നിൽപ്പില്ല ആ ഒരു പാറ്റയുടെ. കണ്ടോ, നേരത്തെയൊക്കെ കൊടുക്കുമ്പം ഒരു ഫുൾ സൈസൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മൗത്ത് സൈസിനെ കാട്ടി കുറച്ച് വെളിയിലോട്ട് കാണും സാധനം മൗത്തിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും. എന്തായാലും ഇപ്പോൾ ആൾ അത്രയും ഫുള്ള് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കണ്ട ആളതിനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പെതിയെ നല്ലപോലെ ചവച്ചരച്ചൊക്കെ കഴിക്കട്ടെ. എന്തായാലും അങ്ങനെ നമ്മുടെ ഓസ്കാർ ആദ്യമായിട്ട് ഈ ഒരു ടാങ്കിലേക്ക് വന്നിട്ട് ഒരു ലൈഫ് ഫീഡ് എടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ
അപ്പം ഇനിയിപ്പം നമുക്ക് ലൈഫ് ഫീഡ് കൊടുക്കുമ്പോഴത്തേക്കും ആൾ ഓടി വരികയൊക്കെ ചെയ്യും. ഇപ്പം തന്നെ ആൾ ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ. അതുപോലെ നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടായിരുന്നു ഫുഡ് കൊടുക്കുന്നതിൽ. അപ്പം ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധനത്തിനെ നല്ല പോലെ ആൾ സ്ട്രൈക്ക് ചെയ്ത് അകത്താക്കി. എന്തായാലും നമ്മുടെ പാറ്റ ആളകത്താക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഓസ്കാർ അങ്ങനെ നമ്മുടെ പാറ്റ എടുത്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇന്ന് എടുക്കുന്നത്. കാരണം അത് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചങ്ങിരിക്കുമായിരുന്നു. 2 ദിവസമായിട്ട് ഫുഡ് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ പെരിയ ആ ഒരു പെല്ലറ്റ് മറ്റേ ഫുഡ്, ചെറിയ ഫുഡില്ലേ, അത് കൊടുത്ത് ആളെ ഒന്ന് അയക്കി ഒന്ന് നിർത്തിയേക്ക് വരുന്നു. എന്തായാലും ഇപ്പം ലൈഫ് ഫീഡ് ആദ്യമായിട്ട് വെളി വെച്ച് കൊടുത്തപ്പോൾ നേരത്തെ ടാങ്കി വെച്ച് അത്യാവശ്യം നല്ലപോലെ എടുക്കുമായിരുന്നു. പക്ഷേ അന്ന് ആൾക്ക് മൗത്ത് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം ഒന്നെങ്കിൽ പകുതിയൊക്കെ ആക്കി കിട്ടുന്നതിന് 2 ആക്കിയിട്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഒന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ പകുതി എടുത്ത് കഴിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇട്ട് കൊടുത്തതിന് ഒറ്റയടിക്ക് അതകത്താക്കി. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒറ്റയടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് എക്സ്ട്രാ ഒന്നും ഇല്ല വെള്ളോട്ട്. ആൾക്ക് കറക്റ്റ് ബൗത്ത് സൈസിനാണ് കിട്ടിയത്, അതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മാറ്റമുണ്ട് നമ്മുടെ മീൻ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ഒരു ലൈഫ് ഫീഡ് കൊടുക്കണം. പിന്നെ എപ്പോഴും ഒരേ ഫുഡ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം കിട്ടുന്ന ഇപ്പോൾ ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പല ഫുഡുകൾ കൊടുത്ത് ആളെ ഇത് ചെയ്തെടുക്കണം. എന്തായാലും നമ്മൾ കൊടുത്ത ഫുഡ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ മീനെടുത്തിട്ടുണ്ട്. എന്തായാലും ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആശാനൊന്ന് ഒരിടത്ത് മാറി അങ്ങ് നിൽക്കുവാണ്. എന്തായാലും ആൾക്ക് ഒരു ഫുഡ് ലൈഫ് ഫീഡ് ഇപ്പോൾ ഒന്ന് കിട്ടിയപ്പോഴത്തേക്കുമാണ് ആൾക്ക് ശരിക്കും പറഞ്ഞൊന്ന് ജീവൻ വെച്ചത്. പിന്നെ ഒരു ദിവസം നമ്മൾ ഈ ഒരു പെല്ലറ്റ് ഫുഡ് കൊടുക്കാതുള്ള ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ലൈഫ് ഫീഡായിട്ട് ഈ ഒരു പാറ്റയെ കൊടുത്തത്. അന്നേരത്തേക്ക് ആൾക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ പാറ്റ എടുത്തത് കൊണ്ട് ഇനി നമുക്ക് പെരിയ ചെമ്മീനും പിന്നെ ചെറിയ ചിക്കൻ്റെ പീസ് അങ്ങനെയൊക്കെ നമുക്കിനി കൊടുത്ത് തുടങ്ങാം. എന്തായാലും ഇപ്പം കുറച്ച് നാളായി ആളൊന്ന് ലൈഫ് ഫീഡൊന്ന് തൊട്ടിട്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഓസ്കാറിൻ്റെ ടാങ്ക് നമുക്കങ്ങ് മൂടി വെച്ചേക്കാം. തൊട്ടപ്പുറത്ത് നമ്മുടെ ഗപ്പികൾ കിടപ്പുണ്ട്. അപ്പോൾ അവന്മാർക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ടാങ്ക് അടച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഓസ്കാറിൻ്റെ ഫുഡ് കൊണ്ടുവരുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സ് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ മണ്ടയ്ക്ക് തന്നെ വെക്കുകയാണ്. എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പം ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് പിടിച്ചിട്ട് നമ്മുടെ ഓസ്കാറിന് കൊണ്ടിട്ട് കൊടുക്കാം. എന്തായാലും തൊട്ടിപ്പുറത്തെ നമ്മുടെ ഗപ്പിയുടെ ടാങ്കിനകത്ത് അത്യാവശ്യം ചെടിയൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായാലും ഈ ഒരു ചെടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് കുറച്ച് സ്നെയിൽസൊക്കെ ഉണ്ടായിരുന്നു, അതിനെ നമ്മളൊക്കെ പിടിച്ച് ഒഴിവാക്കിയായിരുന്നു. എന്തായാലും ആ ഒരു സ്നെയിൽസിനെയൊക്കെ കുറേ ഒഴിവാക്കിയത് കൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആകുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ടാങ്ക് കാണാനും ഒരു ഭംഗിയാണ്. നമ്മൾ നേരത്തെ വിചാരിച്ച ആ ഒരു പ്ലാന്റ്സ് മൊത്തം പോയി നമുക്കിനി ആ ഒന്നേന്ന് തുടങ്ങണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അവിടുന്ന് ഇവിടുന്നുമായിട്ടൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പൊട്ടി കിളിക്കുന്നുണ്ട് പല ഭാഗത്തുനിന്നുമായിട്ട്. എന്തായാലും അത് മൊത്തത്തിലൊന്ന് കളറായി വരട്ടെ. എന്തായാലും നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്ക് നമുക്കൊരു ദിവസം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഈ ഒരു ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട്. ഇന്നെന്തായാലും ഇനി സമയമില്ല. ഇനിയിപ്പം നമുക്കത് അടുത്ത ദിവസത്തേക്ക് മാറ്റാം. എന്തായാലും നമുക്കിനിപ്പം അടുത്ത വീഡിയോ കാണാം.